അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന ഒരു മുൻ ധാരണയോടുകൂടി വണ്ടി ഓടിക്കുക, ഡിഫെൻസീവായി ഡ്രൈവ് ചെയ്യുക എന്ന ഒരു കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ പല അപകടങ്ങൾ ഈ മഴക്കാലത്ത് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അതിൽ റോഡ് പ്രതിയായിട്ടുള്ള അപകടങ്ങളുണ്ട്, വാഹനങ്ങളുടെ മോശം കണ്ടീഷൻ പ്രതിയായിട്ടുള്ള അപകടങ്ങളുണ്ട്, അമിത വേഗം പ്രതിയായിട്ടുള്ള അപകടങ്ങളുണ്ട്, ഡ്രൈവറുടെ പിഴവ് പ്രതിയായിട്ടുള്ള അപകടങ്ങളുണ്ട്. പക്ഷേ റോഡ് അപകടം മൂലമുള്ള മരണം എന്ന് പറയുന്നത് 3000-ന് മുകളിൽ അതിഭീഷണമായ നിലയിൽ തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ റോഡെല്ലാം ദേശീയപാത 100% പൂർത്തീകരിച്ചാൽ അപകടം തീരുമെന്ന് വിചാരിച്ചാൽ അതിന് സാധ്യതയില്ലെന്ന് മാത്രമല്ല, വേഗം മൂലം അപകടങ്ങൾ കൂടാനുള്ള സാധ്യത അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു റോഡ് അവയർനെസ് ഏത് നിലയ്ക്കാണ് നൽകാൻ കഴിയുക? അഭിലാഷ്, വളരെ നല്ലൊരു പോയിന്റ് അങ്ങ് പറഞ്ഞത്. പക്ഷേ ഞാൻ തുടങ്ങുന്നത് ശ്രീ MK ഹരിദാസ് പറഞ്ഞിടത്തുനിന്ന് തുടങ്ങണം. കാര്യം ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി, ആർക്കാണ് കേരളത്തിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കണം എന്നുള്ള ഉത്തരവാദിത്വം. അതേപോലെ തന്നെ ഡിജോ കാപ്പൻ പറഞ്ഞ കാര്യം, ഡോക്ടർ മുനീർ അന്ന് ഒരു എക്സ്പ്രസ് ഹൈവേയെ പറ്റി പറഞ്ഞു, 10,000 കോടി കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം നമ്മുടെ മലേഷ്യൻ കമ്പനികളുമായിട്ടൊക്കെ ചർച്ച നടത്തി ഒരു DPR ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ആ റോഡ് വന്നിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിന് ഇന്നത്തെ ഗതികേടുണ്ടാകില്ലായിരുന്നു. കാര്യം ഈ പതിബൽ എന്നുള്ള കമ്പനി, മലേഷ്യൻ കമ്പനികളൊക്കെ നമ്മുടെ നാട്ടിലെ കൂട്ട് മഴയുള്ള ഒരു രാജ്യമാണ് മലേഷ്യ. അവിടുത്തെ റോഡുകളൊക്കെ തന്നെ ഒരിക്കലും പൊളിയാത്തതായിട്ട് പണിയാൻ അറിയാവുന്ന എഞ്ചിനീയേഴ്സും കോൺട്രാക്ടേഴ്സുമാണ് അവർക്കുള്ളത്. അപ്പോൾ നമ്മൾ ശ്രീ ഡോക്ടർ മുനീറിൻ്റെ ശാപം നമുക്കുണ്ട്, ഞാൻ തുറന്നു പറയുകയാണ്. അതേപോലെ ശ്രീ ഹരിദാസ് പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റി. ഇപ്പം ഞാൻ അങ്ങയോട് പറയാം, ഞാൻ മിക്ക റോഡ് അപകട കേസിലും പരിഹാര മാർഗങ്ങൾ കൊടുക്കുന്നതാണ്. ഈ പോലീസ് കമ്മീഷണർ തൃശ്ശൂരിനെ ഞാൻ പല പ്രാവശ്യം പോയി കണ്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു 1000 കോൺ മേടിച്ചു വെക്ക്, ഞാനത് നിങ്ങൾക്ക് ആക്സിഡൻറ്റ് മേഖലയിൽ കോൺക്രീറ്റ് ബോൾട്ട് ഇട്ടിട്ട് ഞാൻ പണിതു തരാം, അപകടങ്ങളെല്ലാം നമുക്ക് പമ്പ് കടത്താം. പക്ഷേ ഈ പർട്ടിക്കുലർ ആക്സിഡൻറ്റ് അതിന് മുമ്പ് 2 മാസം മുമ്പ് നടന്ന അപകടം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു അവിടെ 2 കോൺ വെച്ചിരുന്നെങ്കിൽ. അപ്പോൾ ഉത്തരവാദിത്തമാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത്. പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്ത കുറവാണ് ഓരോ പ്രിയമാതിരി ഓരോ അനാഥരെയും സൃഷ്ടിക്കുന്നത്. പിന്നെ ദേശീയപാതയിൽ അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ ഈ കോൺട്രാക്ടർക്ക് ബിൽ ഓഫ് ക്വാണ്ടിറ്റി, അതായത് അവർക്ക് വർക്ക് അവാർഡ് ചെയ്യുമ്പോൾ റോഡ് സേഫ്റ്റി, ട്രാഫിക് ഡൈവേർഷന് വേണ്ട ബാനറുകൾ, ബോർഡുകൾ, ബ്ലിങ്കറുകൾ, ഫ്ലഡ് ലൈറ്റുകൾ ഇതെല്ലാം പിടിപ്പിക്കണം. ഇത് ഒരിടത്തുമില്ല. അപ്പോൾ അയാൾക്കെതിരെ ആര് കേസ് കൊടുക്കും? ഇപ്പം ഞാനിപ്പോൾ ജില്ലാ കളക്ടർ ആലപ്പുഴയായിട്ട് സംസാരിച്ചു, അവിടുത്തെ SP ആയിട്ട് സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ തൃശ്ശൂർ SPയോ കളക്ടറെയോ NHAയുടെ പ്രോജക്ട് ഡയറക്ടർ പറഞ്ഞാൽ കേൾക്കില്ല. നമുക്ക് അയാളെ പിടിച്ച് തല്ലാൻ പറ്റുമോ? ആൾക്കാർ സത്യം പറഞ്ഞാൽ സഹിയിട്ട് നിൽക്കുകയാണ്. മനുഷ്യന് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ പോരാ. നമ്മുടെ സ്റ്റേറ്റിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വേണം. അവർ നികുതി പണത്തിൽ നിന്ന് ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യണം. ഇതെല്ലാം നിസ്സാര കാര്യം കൊണ്ടാണ് ഓരോ കുടുംബം അനാഥമാകുന്നത്. അതിനകത്ത് കൾപ്രിറ്റിനെ പിടിക്കണം, കുറ്റവാളിയെ പിടിച്ച് ജയിൽ ശിക്ഷ കൊടുക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാകണം. പക്ഷേ താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, ഈ 17 പോലീസ് ജില്ലകൾക്ക് റോഡ് സേഫ്റ്റി സെല്ല്, നമ്മുടെ റോഡ് സേഫ്റ്റി സെസ് പിരിക്കുന്നതിൽ നിന്ന് ഒരു 17 കോടി രൂപ ഈ മൺസൂൺ ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സൈൻ ബോർഡുണ്ട്, ബ്ലിങ്കറുണ്ട്, കോണുണ്ട്. അത് ഉടനടി ചെയ്യണം. അല്ലെങ്കിൽ വീണ്ടും വിഷ്ണുമാരിങ്ങനെ റോഡിൽ പൊലിയാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.